ആക്ച്വലി നമുക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചാൽ മതി. ചില കാര്യങ്ങളൊക്കെ പതുക്കെ ശരിയാവുന്ന കാണാം. മാക്സിമം നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. പുതിയതും ഇൻട്രസ്റ്റ് ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ചില കാര്യങ്ങളിലൊക്കെ വഴിത്തിരിവായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നാൽ പിന്നെ എല്ലാവരും പെട്ടെന്ന് എങ്ങനെയെങ്കിലും പെട്ടിയെടുത്ത് ഒറ്റയ്ക്ക് ഇറങ്ങാൻ ഇറങ്ങിക്കോളി. ആക്ച്വലി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു ഇൻഫ്ലുവൻസർ ഇഡ്ഡലി ഉണ്ടാക്കിയെന്ന് വെച്ച് കണ്ട് എല്ലാവരും അതന്നെ ഉണ്ടാക്കണം എന്നല്ല. ഫൈൻഡ് യുവർ ഇൻട്രസ്റ്റ്, ബി യുവർ ഓൺ ഇൻസ്പിറേഷൻ. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എന്തോ വലിയ സംഭവമെന്ന് വിചാരിച്ച് ചിലർ ഇൻസ്റ്റയിൽ വന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് പറയണം മണ്ടൻ മോട്ടിവേഷനൊക്കെ കേട്ട് സമയം കളയുന്നതൊക്കെ ഒന്ന് കുറച്ചാൽ തന്നെ പല കാര്യങ്ങളും ട്രൈ ചെയ്യാനുള്ള സമയമൊക്കെ ചിലപ്പോൾ കിട്ടും. ഇത്രയൊക്കെ പറയാൻ ഞാനത്തെ വലിയ കൊമ്പത്തൊന്നും എത്തിയിട്ടല്ല, എന്നാലും അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ച് അനുഭവങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പറയണ അത്ര എളുപ്പമല്ല, പലതും പ്രാക്ടിക്കൽ ആക്കാമെന്ന് പറയാം. അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള സംഗതി ഇതൊക്കെയാണ്, ഫ്രീ മോട്ടിവേഷൻ. ശരിക്കും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു മോട്ടിവേഷൻ തരാനുള്ള ഉദ്ദേശത്തോടെ ചെയ്തതല്ല. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ക്രിയേറ്റ് ദിസ് കൈൻഡ് ഓഫ് കോണ്ടന്റ്. തിരക്കേടില്ലാത്തൊരു മോട്ടിവേഷൻ ടൈപ്പ് കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള എൻ്റെ ജസ്റ്റ് ഒരു ട്രൈ ആണ് ഈ കണ്ടത്. സോ നിങ്ങളും ജസ്റ്റ് ഗോ ആൻഡ് ട്രൈ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ. ആൻഡ് ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ ഫേമസ് ആയിട്ടുള്ള, അതിലുപരി ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള റോമിലെ കൊളോസിയത്തിന്റെ ആണ്. ദ ലാർജസ്റ്റ് ആൻഷ്യന്റ് ആംഫി തിയേറ്റർ എവർ ബിൽറ്റ്, കംപ്ലീറ്റഡ് ഇൻ 80 AD, ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഫോർ ഗ്ലാഡിയേറ്റർ കോൺടെസ്റ്റ് ആൻഡ് അന്നത്തെ പൊതുപരിപാടികൾ. ദിസ് സ്റ്റാൻഡ്സ് ആസ് ദ ഓൺലി വണ്ടർ ലൊക്കേറ്റഡ് ഇൻ യൂറോപ്പ്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, പെട്ര, മാച്ചു പിച്ചു, ചിച്ചൻ ഇറ്റ്സ, ക്രിസ് ദ റെഡീമർ, താജ്മഹൽ. ഇതൊക്കെയാണ് മറ്റേ 6 ഇതിന് പറ്റിയൊരു ആംബിയൻസ് ഇതാണോ ഒന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ കോണ്ടന്റ് ഇങ്ങനെ ആയിപ്പോയി. മോട്ടിവേഷനും ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയവരുണ്ടെങ്കിൽ സ്ക്രീന് പൂട്ടി വെച്ചിട്ട് സമയം ഒന്ന് നോക്കുക. ടൈം ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളുക. അല്ലാത്തൊരു സ്ക്രോളിംഗ് കണ്ടിന്യൂ.